2007, 2008 കാലഘട്ടത്തിൽ 8ാം ക്ലാസ്സിലാണ് ഞാൻ ഷിൻസ് അച്ഛനെ പഠിപ്പിച്ചത്. അപ്പം വളരെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഷിൻസ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. അധ്യാപകരോട് സ്നേഹവും ബഹുമാനവുമുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ കൂടപ്പിറപ്പുകളോട് മൈൻഡ് ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ പഠിപ്പിക്കാൻ 1 മാസം ലേറ്റായിട്ടാണ് ചെന്നത്. അപ്പോൾ കുറേ പോർഷൻസ് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ടൈമൊക്കെ പോയി എടുക്കും. ഒരു ദിവസം അങ്ങനെ 5 പീരീഡ് എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററിന് മടുപ്പില്ലേ സിസ്റ്ററെ എന്ന്. അപ്പോൾ ഇത്ര നല്ല മനസ്സിലാക്കുന്ന ഒരു പ്രകൃതമാണല്ലോ എന്ന് അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നല്ല പ്രാർത്ഥനാ ചൈതന്യവും എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഒത്തിരി സ്നേഹമുള്ള, എല്ലാവരോടും ഇടപെടുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. എല്ലായിടത്തും വളരെ നന്നായിട്ട്, വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുമായിരുന്നു. ഒരു ഇരുത്തം വന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു നല്ല മുൻപരിചയമുള്ള ഒരാളെ പോലെയാണ് എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നത്. ഇടയ്ക്കൊക്കെ പള്ളിയിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. വളരെ ഫ്രീ ആയിട്ട്, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമായിരുന്നു. വളരെ സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. പഠിപ്പിച്ച വിദ്യാർത്ഥി അച്ഛനായപ്പോഴും ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ശിഷ്യ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഗുരു ഫോൺ വിളിക്കുന്നില്ല എന്നൊക്കെ തമാശയായിട്ട് പലപ്പോഴും പറയുമായിരുന്നു. അച്ഛൻ്റെ ആകസ്മികമായ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ട്. ഒത്തിരി സങ്കടം തോന്നി. പ്രാർത്ഥിക്കുന്നു.